നിങ്ങൾ നന്നായിട്ട് ഓടി, പക്ഷെ സത്യത്തിൽ നിന്ന് ആരെയാണ് നിങ്ങളെ മാറ്റി നിർത്തിയത്? യു റാൻ വെൽ, ബട്ട് ഹൂ ഹിൻഡേർഡ് യു ഫ്രം ദ ട്രൂത്ത്? ഓടുന്നുണ്ട്, ദൈവത്തെ അറിയുവാനും അന്വേഷിക്കുവാനും തേടുവാനും അടുക്കുവാനും ഒക്കെ ഓട്ടം. ഇന്ന് എവിടെ നോക്കുകയാണെങ്കിലും ഓട്ടമേ ഉള്ളൂ, അല്ലേ? എവിടെയെല്ലാം ഓടുന്നുണ്ട്, പക്ഷെ ഓടുന്നത് എങ്ങോട്ടാണ്? ദാറ്റ് ഇസ്, ഇഫ് യു റൺ ഇൻ ദ റോങ് ഡയറക്ഷൻ യു വിൽ നെവർ റീച്ച് യുവർ ഗോൾ, അല്ലേ? കോട്ടയം ഈ സൈഡിലല്ലേ? കോട്ടയത്തോട്ട് പോകാനായിട്ട് അങ്ങോട്ട് ഓടിയാൽ എത്തുമോ? ഇല്ല. യു വിൽ ഗോ ഫർദർ ആൻഡ് ഫാദർ എവേ ഫ്രം കോട്ടയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഓട്ടം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. ആരെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്? എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടിട്ട് വേണം ഞാൻ ഓടുവാൻ. ഈ സത്യം മനസ്സിലാക്കണം. നമ്മളുടെ ഫോക്കസ് മസ്റ്റ് ബി റൈറ്റ്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. എല്ലാ പ്രാവശ്യവും പറയണം. കാരണം ഞാനിത് പറഞ്ഞില്ലേ, മത്തായിയുടെ ഹല്ലേലൂയ. ഹോസിയ പ്രവാചകൻ പറയുന്നത് എന്താണ്? എൻ്റെ ജനം ആജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. കാരണം എന്താണ്? ഇത് മനസ്സിലാക്കണം. ഇവിടെ ചില വചനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കണം. എല്ലാ ദിവസവും നമ്മൾ കേൾക്കണം ചില വചനങ്ങൾ. കാരണം അറിവ് അജ്ഞത മൂലം, ദാറ്റ് ഈസ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത്, മൈ പീപ്പിൾ ആർ ബീങ് ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടു മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ, അല്ലേ? അവിടെ വിത്ത് വിതയ്ക്കുന്ന ഉപമയിൽ നമ്മൾ മനസ്സിലാക്കിയ വേറെ സത്യം ഇതാണ്. ഇതും നമ്മൾ മനസ്സിലാക്കണം. ദീസ് ആർ ഓൾ ഫൗണ്ടേഷണൽ ട്രൂത്ത്. വിത്ത് വിതയ്ക്കുന്ന ആ ഉപമയിൽ നോക്കുകയാണെങ്കിൽ ആ വിത്ത്, ഒരു തരത്തിലുള്ള വിത്ത് ഫലം പുറപ്പെടുവിച്ചില്ല. അത് എന്താണ് കാരണം? അത് കേട്ടവർക്ക് അത് മനസ്സിലായില്ല. മറ്റു തരത്തിലുള്ള വിത്ത് ഫലം പുറപ്പെടുവിച്ചു. എന്താണ് കാരണം? കേട്ടവർക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ, വിത്ത്, അത് ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വചനം എന്താണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ബുദ്ധിയിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സത്യം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രധാന പുരോഹിതനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കോർണർ സ്റ്റോൺ. മൂലക്കല്ല്. അതേൽ വേണം നമ്മളുടെ വിശ്വാസ ജീവിതം പണിതുയർത്തുവാൻ വേണ്ടി. അല്ലാതെ വേറെ ഒരു വ്യക്തിയിലും അല്ല പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനത്തിലെ അല്ല, ഒരു പാസ്റ്ററിന് മുകളിൽ അല്ല. ഹലോ, പലവരും പാസ്റ്ററിന്, യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതലാണ് പാസ്റ്ററിനോടുള്ള ബഹുമാനം. വചനത്തിലാണെങ്കിൽ അത് നോക്കുകയില്ല, അതിന് പകരം പാസ്റ്ററിനെയാണ് വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാസ്റ്റേഴ്സ് ദൈവം നിയോഗിച്ച നല്ല ദൈവത്തിൻ്റെ വ്യക്തികളാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളുടെ വിശ്വാസം യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ലിൽ പണം അടിത്തറയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ആ പ്രധാന പുരോഹിതന് പ്രത്യേകതകളുണ്ട്. ആ പ്രധാന പുരോഹിതന് എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി അറിയാം. ഹി നോസ് യു ത്രൂ ആൻഡ് ത്രൂ. അതാണ് എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നത്, യേശു ക്രിസ്തുവിന് നമ്മളുടെ ബലഹീനതകളെ കുറിച്ച് യേശുവിന് അറിയാം. സോ ഹീസ് എ കമ്പാഷനേറ്റ് ഹൈ പ്രീസ്റ്റ്. യേശു ക്രിസ്തു വന്നത് ആരെ തേടി രക്ഷിക്കുവാനാണ്? പാപികളെ തേടി രക്ഷിക്കുവാനാണ്, നീതിമാന് വേണ്ടി അല്ല. നീതിമാന് രക്ഷ, അവൻ്റെതായ രക്ഷയൊക്കെ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവൻ്റേതായ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ പോകുന്നതെന്ന് അവന് അറിഞ്ഞുകൂടാ. പക്ഷേ യേശു ക്രിസ്തു വന്നത് പാപികളെ തേടി രക്ഷിക്കുവാൻ, ടു സീക്ക് ആൻഡ് സേവ് ദ സിന്നർ. അതിനാണ് യേശു ക്രിസ്തു വന്നത്. സോ ഈസ് കമ്പാഷനേറ്റ്. ഞാനിന്ന് പാപാവസ്ഥയിലാണെങ്കിൽ, ഞാനൊരു ബലഹീനതയിലാണെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു വന്നത് എന്നെ രക്ഷിക്കാനാണ്. കാരണം അതാണ് ദൈവം വന്നിരിക്കുന്നത്, എന്നെ രക്ഷിക്കുവാനാണ്. ആ ബന്ധം പുനർസ്ഥാപിക്കാൻ. ബന്ധമുണ്ട് എന്ന് പറയുന്ന വ്യക്തി പിന്നെ ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാളോട് ചോദിക്കുകയാണ്, ഇന്ന വ്യക്തി അറിയാവോ? ഓ, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യേശു ക്രിസ്തു വന്നത് പിതാവായ ദൈവവുമായിട്ട് ആ ബന്ധം പുനർസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഒന്ന് വായിക്കാവോ? ഹീബ്രൂസ് 4:15. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയാം, പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ നമ്മളുടെ ബലഹീനതയിൽ ചിലപ്പോൾ നമ്മൾ പാപം ചെയ്തു പോകുമായിരിക്കും. അതുകൊണ്ടാണ് അവൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ രക്തമായിട്ട് പോയത്. പ്രിയപ്പെട്ട, ഞാൻ വേറെ ഒരു കാര്യം പിന്നെയും സൂചിപ്പിക്കുന്ന, പലവർക്കും ഈ രക്ഷയെക്കുറിച്ചുള്ള ആ ശരിയായ ഒരു ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം
റോമർ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് ഇനി ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, നമ്മൾക്ക് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. പുത്രസ്വീകാരണം എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് എഡോപ്ഷൻ. നമ്മളൊരു ലീഗലായിട്ടുള്ളൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, എനിക്ക് വിചാരിച്ചോ മക്കളാരുമില്ല, ഞാൻ ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തു. അപ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്തു. ആ ദത്തെടുക്കുന്ന വെറുതെ വഴി പോകുന്നവനെ വെറുതെ പിടിക്കാൻ പറ്റിയില്ല. അതിനൊരു ലീഗൽ പ്രോസസ്സ് ഉണ്ട്, ഒരു നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദത്തെടുക്കുവാൻ പറ്റുകയുള്ളൂ. ആ ദത്തെടുത്ത് കഴിയുമ്പോൾ ആ കുട്ടി എൻ്റെ ഒരു മകനാകുകയാണ്, അല്ലേ? പിന്നെ പിറ്റേ ദിവസം ആ കുട്ടി ഒരു കുറുമ്പ് കാണിക്കുകയാണ്, ഒരു വികൃതി ചെയ്യുകയാണ്. ഞാൻ അപ്പം തന്നെ അവനെ എടുത്തിട്ട് വഴിയിലോട്ട് എറിയുവോ? ഇല്ല. പക്ഷെ ഞാൻ അവനെ ശാസിക്കുമോ? ഒരടി കൊടുക്കുവോ? ചിലപ്പോൾ കൊടുക്കും. വഴക്ക് പറയും. പക്ഷേ അവൻ എൻ്റെ ദത്തെടുത്ത പുത്രൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനായിട്ട് സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ കീഴിൽ ഞാൻ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്നു മുതൽ എനിക്ക് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് ദൈവം തരികയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാപം ചെയ്യലാന്നില്ല. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ ചിലപ്പോൾ പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പാപം ചെയ്യും. അതുകൊണ്ട് പുത്രസ്വീകാരണം ഞാൻ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ശാസനം ഉണ്ടാകും, ദൈവത്തിൻ്റെ ശിക്ഷയുണ്ടാകും. പക്ഷേ ആ ബന്ധം പിന്നെയും ഉണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പലവരും വിചാരിക്കുന്നത് ഞാൻ ചെറിയൊരു പാപം ചെയ്താൽ ഉടനെ ബന്ധം വിച്ഛേദിച്ചു പോയി. ഇല്ല, ബന്ധം വിച്ഛേദിക്ക് പോകും. എപ്പോഴാണ് നമ്മളെ ദത്തെടുത്ത വീട്ടിൽ നമ്മൾ ഓടിപ്പോയാൽ ബന്ധം പോകുമോ? അങ്ങനെ ധൂർത്തപുത്രനെ പോലെ ഞാൻ ഓടിപ്പോയാൽ ബന്ധം പോകും. പക്ഷേ ഞാൻ എത്ര നാൾ ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവം എൻ്റെ പിതാവാണ് എന്ന് അംഗീകരിച്ച് ഞാൻ ജീവിക്കുന്നുവോ, അന്ന് എപ്പോഴും ദൈവം ഇവിടെ പറയുന്നത് പോലെ നമ്മളുടെ ബലഹീനതകളെ എല്ലാം അറിയാവുന്ന ഒരു പുരോഹിതനാണ് നമ്മൾക്കുള്ളത്. ആ പുരോഹിതൻ ഇന്നും എന്നും നമ്മൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പറയുന്നതാണ്. എങ്ങനെയാണ് മധ്യസ്ഥം പറയുന്നത്? എൻ്റെ രക്തം കൊണ്ട് ഇവൻ്റെ പാപത്തിന് മോചനമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യണം. നമ്മൾ 1 യോഹന്നാൻ 1:9 പറയുന്നത് പോലെ, if you confess your sins, he is faithful and just to forgive and to cleanse you from all unrighteousness. 1 John 1:9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം ഇതാണ്. നമ്മൾ പ്രധാന പുരോഹിതൻ അവിടെ നമുക്ക് മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ട് നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അവന് നമ്മുടെ ആവശ്യങ്ങളിൽ അവന് താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു കുറവും വരികയില്ല. കാരണം എപ്പോഴും അവൻ നമ്മളുടെ കൂടെ ഉണ്ട്. അതാണ് 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം. നമുക്കറിയാം 12, 15, 17, 18 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ജെഷോഫാത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ആ രാജാവിൻ്റെ എതിരെ വലിയൊരു സൈന്യം വന്നപ്പോൾ ആ രാജാവ് എന്താണ് ചെയ്തത്? 12-ാമത്തെ അധ്യായം വചനം ഒന്ന് വായിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ നേരിടുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരവുണ്ടാവുകയില്ല. നമ്മളുടെ എതിര് വരുന്നതിനെ ഇറ്റ് മൈറ്റ് ഓവർവെൽം യു. നമ്മൾക്ക് അതിന് എങ്ങനെയാണ് അത് നേരിടുക എന്ന് നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ ജെഷോഫാത്ത് എന്ത് ചെയ്തോ അത് തന്നെ നിങ്ങളും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആ മധ്യസ്ഥൻ്റെ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യ വ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയുകയില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ ആ ജെഷോഫാത്ത് രാജാവ് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കി ആ ദൈവത്തോട് ഏറ്റുപറഞ്ഞു, എനിക്ക് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടാന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ അങ്ങിൽ അഭയം തേടുന്നു എന്ന് നിങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും. ജെഷോഫാത്തിന് സംസാരിച്ചതുപോലെ തന്നെ 15-ാമത്തെ വചനം ഒന്ന് വായിക്കോ. അവിടെ നിങ്ങളോടും ദൈവം സംസാരിക്കും. അത് വിശ്വസിക്കാൻ ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഹെബ്രായരുടെ ലേഖനത്തിൽ യേശുക്രിസ്തു അന്നും ഇന്നും എന്നേക്കും. അന്ന് ജെഷോഫാത്തിന്റെ സഹായത്തിന് വന്ന ആ അതേ ദൈവമാണ് നിങ്ങളും ഇന്ന് ആരാധിക്കുന്നത്. വിളിക്കുന്നത്? ഓ ഹല്ലേലൂയ. ഓ, ആ ചെങ്കടല് 2ആയിട്ട് പിളർന്ന ആ ദൈവമാണ് ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നത്.
ഓ ഹല്ലേലൂയ. വായിച്ചേ. യൂദയായാലും ജെറൂസലമിലും വസിക്കുന്നവരും യഹോശഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട. Why are you worrying? നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ അപ്പൊ ദൈവം പറയുന്നു, why are you worrying? Because the battle belongs to the Lord. ഒന്ന് പറഞ്ഞേ, the battle belongs to the Lord. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിനെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ പ്രശ്നം, നിങ്ങളുടെ എതിരെ വരുന്ന ആ സംഭവം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് അസാധ്യമാണ് പക്ഷേ അങ്ങേക്ക് സാധ്യമാണ് എന്ന് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ജെഷോഫാത്തിനോട് ആ പ്രവാചകൻ വഴി സംസാരിച്ചതുപോലെ നിങ്ങളോടും ദൈവം ഒരു ഉത്തരം തരും. The battle belongs to the Lord. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? 17-ാമത്തെ വചനം പറയുന്നുണ്ട് എന്ത് ചെയ്യണം. ആ ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് ഒരു വിജയം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. വായിച്ചേ. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. You don't have to fight in this battle because the battle belongs to the Lord. The Lord. ഒന്ന് പറഞ്ഞേ, the battle belongs to the Lord. The battle belongs to the Lord. ആമേൻ. ബാക്കി. യൂദ ജെറൂസലം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. അവിടെ രണ്ട് കാര്യങ്ങളാ പറഞ്ഞേ. Stand still and see the victory that the Lord is going to give. നിങ്ങൾ stand still. അപ്പോൾ രണ്ട് കാര്യമുണ്ട് അവിടെ. സ്റ്റാൻഡ് സ്റ്റിൽ. രണ്ട് കാര്യം എന്താണ്? ഒന്ന്, സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് വേണം നിൽക്കാൻ, നിൽക്കേണ്ടവിടത്ത് വേണം നിൽക്കാൻ. then still surrender your life. നിങ്ങളൊന്നും പ്രവർത്തിക്കേണ്ട. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന വിജയം നിങ്ങൾ കാണും. യു വിൽ സീ ദ വിക്ടറി that the Lord. how എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുക അനുസരിച്ച് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ഇന്ന് നിങ്ങൾ കൈകൾ പൊക്കി വിശ്വസിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രശ്നം കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസനാണെങ്കിൽ, ദൈവം വചനത്തിൽ വിശ്വസനാണെങ്കിൽ അത് സംഭവിക്കും. It will happen in your life if you proclaim. അതാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആദരം കൊണ്ട് ഏറ്റു പറയുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ്. ലോർഡ് എന്ന് പറയുന്നത് എന്താണ്? വെറുതെ എന്നെ ഓൺ ചെയ്യുന്നവൻ മാത്രമല്ല, എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളവനുമാണെന്ന് എന്ന് നിങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ യു വിൽ ബി സേവ്ഡ്. ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ ഒരു വിടുതൽ, അവിടെ ഒരു മോചനം, അവിടെ there will be the blessing of God coming in your life. അങ്ങനെ ജെഷോഫാറ്റിന് അവിടെ ഒരു വിജയമുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം, മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത് വേറെ ഒരു കാര്യത്തിനാണ്. ആ മരിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ആ പ്രധാന പുരോഹിതനായിട്ട് രക്തം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് എന്തിനാണ്? ഗലേഷ്യൻസ് 3-ാമത്തെ അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ആ കുരിശേല എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളത്. പലവരും പറയുന്നുണ്ട്, ദൈവം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പലവർക്കും ആ യേശു ക്രിസ്തു ആ കുരിശേൽ മരിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ പാപം കൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. പക്ഷേ ആ മരണത്തിലൂടെ നമ്മൾക്ക് ഒരു വിജയം കിട്ടിയിട്ടുണ്ട്. വി ഗോട്ട് എ വിക്ടറി. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ എപ്പിസിൽ 1 John 3:8 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, the Son of God was manifested that he might destroy the works of the devil. ഹല്ലേലൂയ. എന്ന് വായിക്കാം. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആ പ്രവൃത്തികൾ നശിപ്പിച്ചത് എവിടെയാണ്? ആ കുരിശേലാണ്. ആ കുരിശേൽ നശിപ്പിച്ചപ്പോൾ എന്താണ് നമുക്ക് വ്യക്തിപരമായി കിട്ടിയ ആ വിജയം എന്താണ്? ഒന്ന് വായിച്ചേ. ഗലേഷ്യൻസ് 3:13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ പാപം നിയമലംഘനമാണ്. നിയമലംഘനത്തിലൂടെ, പാപത്തിലൂടെ വന്ന നമ്മളുടെ ജീവിതത്തിലുള്ള ശാപങ്ങളെല്ലാം യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ആ കുരിശേല് ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു പാപമോചനം അവിടെ ഉണ്ടായി. There was an atonement for sin. അങ്ങനെ പാപമോചനം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? 14-ാമത്തെ വചനം പറയുന്നുണ്ട്, Galatians 3:13. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം. അപ്പോൾ പാപമോചനവും അനുരഞ്ജനവും ഉണ്ടായപ്പോൾ
എനിക്ക് എബ്രാഹത്തിന് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ എനിക്കും ലഭിക്കുവാൻ എനിക്ക് കഴിവുണ്ടായിരുന്നു. വായിച്ച്. എബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒന്ന് എൻ്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു കുരിശിൽ മരിക്കുകയും ശാപങ്ങളെല്ലാം ഏറ്റെടുക്കുകയും പാപപരിഹാരമായിട്ട് രക്തം ചിന്തിയത് കൊണ്ട് എനിക്ക് എബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ആ അവകാശത്തിലേക്ക് എനിക്കും പ്രവേശിക്കുവാൻ അർഹതയുണ്ടായി. I became an inheritor of the blessings of God upon Abraham. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയും ഇല്ല പ്രിയപ്പെട്ടവരെ. ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് യേശു ക്രിസ്തു. പിന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള പുരോഹിതന്മാരെയൊക്കെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഹെബ്രായർക്ക് ലേഖനം 9-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ ആ പഴയ ഉടമ്പടിയിലുള്ള പ്രധാന പുരോഹിതന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഈ പ്രധാന പുരോഹിതനും പാവിയ. പ്രധാന പുരോഹിതൻ പാവിയാണ്. അപ്പൊ തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും എപ്പോഴൊക്കെയാണ്? കൊല്ലത്തിലൊരിക്കൽ ആ ഹോളി ഓഫ് ഹോളീസിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹീബ്രൂസ് 9-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പറയുന്നുണ്ട് ആ നമ്മളുടെ പ്രധാന പുരോഹിതനെ കുറിച്ചുള്ള വിശേഷം. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Not with the blood of goats and calves, but with his own blood he entered the most holy place once for all, having obtained eternal redemption. അവിടെ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ. പ്രധാന പുരോഹിതൻ പ്രവേശിച്ചത്, ആദ്യം പ്രധാന പുരോഹിതൻ പാവിയായിരുന്നു. രണ്ടാമത് അവൻ പ്രവേശിച്ചത് കാളയുടെ രക്തത്താലാണ്. അതും കൊല്ലത്തിൽ ഒരിക്കൽ. കൊല്ലത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലത്തിലും ഒരിക്കൽ. അപ്പോൾ എവ്രി ഇയർ ഹി ഹാഡ് ടു ഗോ. യേശു ക്രിസ്തു ആണെങ്കിൽ പാപമില്ലാത്തവൻ, പ്രവേശിച്ചത് അവൻ്റെ സ്വന്തം രക്തത്താൽ. അല്ലേ? എത്ര പ്രാവശ്യം? ഒന്ന് പറഞ്ഞേ. വൺസ് ആൻഡ് ഫോർ ഓൾ. വൺസ് ആൻഡ് ഫോർ ഓൾ. ആ ഓളിന് രണ്ടർത്ഥമുണ്ട്. എല്ലാവർക്കും മാത്രമല്ല, ഒരിക്കൽ മാത്രവും. വൺസ് ആൻഡ് ഫോർ ഓൾ. അപ്പോൾ ഒരേ ബലിയേ ഉള്ളൂ. ഒരു ബലിയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിനെ രണ്ടാമത് ക്രൂശിക്കരുത്. യേശു ക്രിസ്തുവിനെ രണ്ടാമത് ക്രൂശിക്കരുത്. There is only one death, one sacrifice. പിന്നെ വേറെ ഒരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഹെബ്രായർക്ക് ലേഖനം 9-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള ഒരു കൂടാരത്തിലേക്കാണ് പ്രവേശിച്ചതെന്നുള്ളത്. അല്ലേ? ആദ്യം ആര് എങ്ങനെ പ്രവേശിച്ചു എന്ന്, പിന്നെ ഏത് തരത്തിലുള്ള കൂടാരത്തിൽ അല്ലെ ടാബർനാക്കിളിലേക്കാണ് പ്രവേശിച്ചത്. ഒന്ന് വായിക്കാമോ? മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അപ്പൊ ലേവ്യ ഗോത്രത്തിലുള്ള പുരോഹിതൻ എങ്ങനത്തെ സ്ഥലത്തേക്കാണ് പ്രവേശിച്ചത്? മനുഷ്യൻ നിർമ്മിച്ച കൂടാരത്തിലേക്കാണ് അവൻ ബലി വസ്തുവായിട്ട് പ്രവേശിച്ചത്. അതേ യേശു ക്രിസ്തു എവിടെ പ്രവേശിച്ചത്? മനുഷ്യനിർമ്മിതമല്ലാത്ത സാക്ഷാൽ ആയ കൂടാരത്തിലേക്കാണ് അവൻ പ്രവേശിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം, ആരൊക്കെയുണ്ട് ഇവിടെ പുതിയ ഉടമ്പടിയുടെ കീഴിലാണെന്ന് വിശ്വസിക്കുന്നവർ? ഓ ഹല്ലേലൂയ. ചില കൈകൾ പൊങ്ങുന്നില്ല. അതുകൊണ്ടാണ്. ഓ പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ദ പ്രോബ്ലം. ദിസ് ഈസ് ദ പ്രോബ്ലം. നമ്മൾ ദൈവത്തിൻ്റെ വചനം എത്ര കേട്ടാലും, ദൈവത്തിൻ്റെ സത്യവചനം എത്ര കേട്ടാലും, you don't even confirm that. I agree. ആമേൻ എന്ന് പറയുന്നത് എഗ്രിയാണ്. അതുപോലും പറയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഗോഡ്സ് ട്രൂത്ത്. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ രക്തവുമായിട്ട് പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിച്ചു. അത് നിങ്ങൾ കൈകൾ പൊക്കിയോ അല്ലെങ്കിൽ ആമേൻ പറയാതെയോ നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ റിജക്റ്റിംഗ് ദാറ്റ്. യു ആർ അൺനോയിങ്ലി റിജക്റ്റിംഗ് ദാറ്റ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി ഹു ഡിനൈസ് മീ ബിഫോർ മെൻ ഐ വിൽ ഡിനൈ ദം ബിഫോർ ദ ഫാദർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഐ എം ഫീലിംഗ് വെരി ദിസ് തിങ്. കാരണം
ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. If you refuse to confess that, if you refuse to acknowledge that, if you refuse to proclaim that, that blood will not be of any use to you. അത് നിങ്ങൾ, you are not recognizing it. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല what you are doing. This message is for someone. I am telling you, please. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തം, don't take it lightly. It is the blood of the Son of God. അത് ചിന്തിയത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി. To save you, to save you. And if you do not acknowledge it, that blood will be of no use when you stand before the judgment throne of God. Do you understand that? You are rejecting the blood of Christ. നിങ്ങൾ അറിയില്ല. Please. Because ദൈവത്തിൻ്റെ വചനം പറയുന്നത് you have to confess him. അതിനെ പറയുന്നത് you confess me before men, I will confess you before the Father. If you say my blood saved you, then before the Father when you stand, I will say that he has been redeemed by my blood. Hallelujah. I am telling you that. I am telling you the truth. Don't deny the blood of Christ. Don't deny the blood of Christ. Amen. അപ്പോൾ പ്രധാന പുരോഹിതനായ യേശുക്രിസ്തു അവിടെ പ്രവേശിക്കുന്നത് മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു കൂടാരത്തിലാണ്. ഇന്നപ്പോൾ ദൈവം വസിക്കുന്നത് എവിടെയാണ്? കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ കൂടാരത്തിലല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തു വസിക്കുന്നത് നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിലാണ്. അത് വിശ്വസിക്കാൻ ആരൊക്കെയുണ്ട്? ഓ ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ വേറൊരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഹെബ്രായ ലേഖനം അഗെയിൻ 9-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം പറയുന്നുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ കാളക്കുട്ടികളുടെ രക്തത്താലല്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18-19 വചനം പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? 1 പത്രോസ്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല. ഇതുകൊണ്ട് തന്നെ ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് ഒരു വെള്ളിയോ ഒരു സ്വർണമോ പറ്റുകയില്ല, ഒരു നേർച്ച കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ പറ്റുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് കുഞ്ഞാടിൻ്റെ കളങ്കമില്ലാത്ത രക്തം. അപ്പോൾ എത്ര നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുകയോ എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലോ അത് നല്ലതാണ്, ചെയ്യണം കേട്ടോ, ദാനധർമ്മങ്ങൾ ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും. പക്ഷെ അത് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുകയില്ല. രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുണ്ട്, കുഞ്ഞാടിൻ്റേത് പോലെയുള്ള കളങ്കമില്ലാത്ത രക്തം. പിന്നെ നമുക്കറിയാം ഹെബ്രായ ലേഖനം 9:13-14 വചനങ്ങളൊന്ന് വായിക്കോ. അവിടെയും പറയുന്നുണ്ട്, കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. അതായത് പഴയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അശുദ്ധരെ ശുദ്ധീകരിക്കുന്നു. പക്ഷെ ഒരു കമ്പാരിസൺ ആണ്. എന്നാൽ എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കയില്ല. അപ്പോൾ ആ ശ്രേഷ്ഠം, the difference, the qualitative difference between the blood of a bull and the blood of the Son of God. ഒരു കാളയുടെ രക്തവും ഹല്ലേലൂയ ദൈവപുത്രന്റെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പലവരും കാളയുടെ രക്തത്തിന് പുറകെ പോകുന്നത്. കാളയുടെ രക്തം മതി എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനെന്നെ രക്ഷിക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ 14-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ, I'll read it in English. Hallelujah. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works. Dead works. നിർജീവ പ്രവൃത്തികളിൽ നിന്ന്. ആ ഡെഡ് വർക്ക്സ് എന്താണ്? പഴയ ഉടമ്പടിയിലെ പ്രവൃത്തികൾ. പഴയ ഉടമ്പടിയിലെ രക്ഷ ഒരു കോലാടിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ശുദ്ധീകരിക്കപ്പെടുമായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിനേക്കാൾ എന്തുമാത്രം ശ്രേഷ്ഠമായതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം.
You must have an understanding of the qualitative difference between the blood of Christ and the blood of bulls or lambs. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു മനസ്സിലാക്കേണ്ടത് ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓഫറിങ്സ്, ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെബ്രായരുടെ ലേഖനം 9-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം. അത് പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടു കൂടെ, ഒന്ന് തൻ്റേതല്ല, അപ്പം പുള്ളിക്കാരനും ഒരു വിലയും കൊടുത്തിട്ടില്ല. വേറൊരു പാവം ഒരു കാളയോ ഒരു ആടിനെയോ കൊന്നു. സോ ദ പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ് ബൈ സമൺ എൽസ്. പിന്നെ തൻ്റേതല്ലാത്ത രക്തത്തോടു കൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പോണം. പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. അതെ, യേശു ക്രിസ്തു ഇങ്ങനെ എല്ലാ സെഞ്ചുറിയിലും, നമുക്കറിയാമല്ലോ, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ് അല്ലെ, എല്ലാ 4 കൊല്ലവും വേൾഡ് കപ്പ് അല്ലെ, എല്ലാ 4 കൊല്ലവും ഒളിമ്പിക്സ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തു പീഡ അനുഭവിച്ച് മരിക്കേണ്ട വരും. പക്ഷേ യേശു ക്രിസ്തു he died once and for all for the sins of humanity which was committed, which is being committed and which will be committed once and for all. ഒന്ന് പറഞ്ഞ once and for all. ഹല്ലേലൂയ. ഈ once and for all എല്ലാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെബ്രായരുടെ ലേഖനം 9-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം മരിക്കുമെന്ന്? യേശുക്രിസ്തു അതിനു മുമ്പ് വന്നിട്ടില്ലെങ്കിൽ കേട്ടോ, യേശുക്രിസ്തു വന്നാൽ നമ്മളെല്ലാവരും എടുക്കപ്പെടും. ഓ ഹല്ലേലൂയ. ആ ദിനം അടുത്തിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ അവിടെ വിധിയാണോ? അതിന്റെ ഇടയിൽ പിന്നെ വേറെ ഒന്നുമില്ലേ? അവിടെ പ്രാർത്ഥന കൊണ്ട് രക്ഷയുണ്ടോ? ഉണ്ടോ? വല്ല ത്യാഗങ്ങൾ കൊണ്ട് രക്ഷയുണ്ടോ? ഉപവാസം ചെയ്തുകൊണ്ട് രക്ഷയുണ്ടോ? ഹലോ, ഒന്നും രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. Man must die once and then judgment. Death, judgment. There is nothing in between. ഒരു വ്യക്തിക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കേൾക്കേണ്ടവരുണ്ട്. നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് നിങ്ങളെ കബളിപ്പിക്കുന്നവരാണ് നിങ്ങളെ ആ സന്ദേശം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ രക്ഷനായ യേശുവിനെ സ്വന്തമാക്കണം. കാരണം അവനല്ലാതെ രക്ഷയില്ല. നിങ്ങളുടെ നല്ല പ്രവൃത്തികളല്ല രക്ഷ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ്. അവനെ സ്വന്തമാക്കുവിൻ. ഹല്ലേലൂയ. പിന്നെയും ഹെബ്രായരുടെ ലേഖനം 7-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്വന്തം പാപം, പിന്നെ ജനത്തിന്റെ പാപം, പിന്നെ അനുദിനം. This is once and for all. So that itself shows a qualitative difference. പിന്നെയും ഹെബ്രായരുടെ ലേഖനം 10:14 എന്ന് വായിക്കാമോ? വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പിന്നെ വേറെ മനസ്സിലാക്കേണ്ട വേറെ സത്യം ഇതാണ്. ഹെബ്രായരുടെ ലേഖനം 7-ാമത്തെ അധ്യായം 26-28 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയാം, ലേവിയരുടെ ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ പ്രധാന പുരോഹിതൻ ഹെബ്രായരുടെ ലേഖനം 7-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നത് അവനിൽ മാറ്റമില്ല. വായിച്ചേ, അതുകൊണ്ട് അവസാനിപ്പിക്കാം. എന്തെന്നാൽ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം. അത് മനസ്സിലാക്കണം. നമ്മളുടെ പുതിയ ഉടമ്പടിയുടെ പുരോഹിതന് മാറ്റമില്ല. ആ പുരോഹിതന് മാറ്റമില്ലെങ്കിൽ അവന്റെ വചനത്തിനും മാറ്റമില്ല. കാരണം അവന്റെ പ്രവർത്തിക്കും മാറ്റമില്ല. അവൻ എപ്പോഴും ജീവിക്കുന്നതിനാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ വേണ്ടിയാണ്. മാറ്റമില്ലാത്തൊരു ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധിക്കുന്നത്. Jesus, the living word, Jesus.
King of Kings, the Lord